ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ HDFC ബാങ്കിന്റെ പിക്സൽ പ്ലേ എന്ന് പറഞ്ഞ കാർഡിനെ കുറിച്ചും പിക്സൽ ഗോ എന്ന് പറഞ്ഞ കാർഡിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ പേസ് ആപ്പിലൊക്കെ ഓപ്ഷൻസ് വരാറുള്ള ഒരു കാർഡാണ് ഇത്. ആക്ച്വലി ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിന്റെ നോർമൽ ചാർജസ് നോക്കിക്കഴിഞ്ഞാൽ പിക്സൽ പ്ലേന് 500 രൂപ പ്ലസ് GSTയും പിക്സൽ ഗോന് 250 രൂപ പ്ലസ് GST ആയിരുന്നു ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരാറുള്ളത്. നിങ്ങൾക്ക് UPI ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബസ് കുഴപ്പമില്ലാത്തൊരു നോർമൽ HDFC ബാങ്കിന്റെ UPI ക്രെഡിറ്റ് കാർഡിനോട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡെന്ന് വേണമെങ്കിൽ പറയട്ടെ സാധനം. നിങ്ങൾ HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റപ്പിന്റെ റെഫറൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ. മറക്കണ്ട, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ നോർമൽ എല്ലാ ക്രെഡിറ്റ് കാർഡുകൾക്കും അപ്രൂവൽ റേറ്റ് ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മുടെ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാൻ നോക്കിയാൽ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്കറിയാം പേസ് ആപ്പ് നിങ്ങൾ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലാണ് പിക്സൽ കാർഡുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരാറ്. അപ്പോൾ പിക്സൽ അതായത് പേസ് ആപ്പ് ഒരു ഫുൾ KYC അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ പേസ് ആപ്പ് അക്കൗണ്ട് ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ മെയിനായിട്ട് പേസ് ആപ്പ് ആപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പേസ് ആപ്പ് വാലറ്റിലേക്ക് ക്യാഷ് എടുത്തിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് വാലറ്റിലേക്ക് എന്താ പറയുക ബാങ്ക് അക്കൗണ്ടിലേക്ക് റീലോഡ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പറ്റും. റൺ പേയ്മെന്റ് ഒക്കെ ചെയ്യില്ല അതുപോലെ തന്നെ. പക്ഷേ അത് ഫുൾ KYC അക്കൗണ്ട് ആയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഫുൾ KYC അക്കൗണ്ട് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി HDFC ബാങ്കിന്റെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. എന്നുവെച്ചാൽ അല്ലാത്ത ആൾക്കാർക്ക് ഇത് ഫുൾ KYC അക്കൗണ്ട് കിട്ടുന്നില്ല. അത് എടുക്കാനുള്ള ഓപ്ഷൻസും ഇപ്പോൾ HDFC ബാങ്കിന് കൊടുക്കുന്നില്ല. അങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് മാത്രം സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഈ പേസ് ആപ്പ് തുറന്നു കഴിഞ്ഞാൽ, ഞാനെന്തൊന്ന് സ്ക്രീൻ കുറയ്ക്കാം ബ്രൈറ്റ്നസ്, തുറന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പിക്സൽ ക്രെഡിറ്റ് കാർഡിന്റെ ഓപ്ഷൻസ് ഒക്കെ വരും. കണ്ടോ, ഇതിപ്പോൾ 2 കാർഡും ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ നോക്കി നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ഒരു HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഷെയർ ലിമിറ്റ് ആയിട്ട് കിട്ടും. ഇപ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ നോക്കിയെന്ന് മാത്രമല്ല, എന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ 3 HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, UPI ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക ട്രാൻസാക്ഷനും സംഭവമൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ലിമിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്നില്ല, ചുമ്മാ നമ്മുടെ വീഡിയോ പർപ്പസ് വേണ്ടി കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് 2 കാർഡും ഇപ്പോൾ പിക്സൽ പ്ലേയും പിക്സൽ ഗോവും അവർ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് അവരുടെ ഒരു ഡീറ്റെയിൽസ് വേണമെങ്കിൽ പറയാം. ആനുവൽ ഫീസും പിക്സൽ പ്ലേയിൽ നമുക്ക് ആനുവൽ ഫീസ് വരുന്ന 500 രൂപയാണ്. പിക്സൽ ഗോയിൽ 250 രൂപയാണ്. ആനുവൽ ഫീസ് വേവ് ഓഫ് ചെയ്യണമെങ്കിൽ 1 lakh രൂപയാണ് പിക്സൽ പ്ലേയിൽ ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത് ആനുവലി. മറ്റേതാകുമ്പോൾ 50,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിക്സൽ ഗോവിന്റെ അതിപ്പോൾ എന്തായാലും ലൈഫ് ടൈം ഫ്രീ ആണ്. 10,000 എടുത്ത് പറയണ്ടല്ലോ. ക്യാഷ് ബാക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ പിക്സൽ പ്ലേ ആണ് കുറച്ചുകൂടി നല്ലത്. അതായത് നമുക്ക് 5% ക്യാഷ് ബാക്ക് നമുക്ക് സെലക്ട് ചെയ്യാം ഓൺ സെലക്ടഡ് ബ്രാൻഡ്. ഞാൻ പറയാം, പിക്സൽ ഗോയിലാണെങ്കിൽ നമുക്ക് 1% ക്യാഷ് ബാക്ക് ഓൺ ഓൾ സ്പെൻഡ് ആണ് വരിക. ഡൈനിങ് ബെനിഫിറ്റ് 25% വിയോ സ്വിഗ്ഗി ഡൈൻ ഔട്ട് വരുന്നുണ്ട്. അത് രണ്ടും സെയിം തന്നെയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് 5% ക്യാഷ് ബാക്ക്. അതിന് കുറച്ച് കസ്റ്റമൈസ് ചെയ്യാനുള്ള കുറച്ച് ആക്സിലറേറ്റഡ് ക്യാഷ് ബാക്ക് സംഭവങ്ങളുണ്ട്. അതായത് ഡൈനിങ് ആൻഡ് എന്റർടൈൻമെന്റ് കാറ്റഗറിയിൽ നമുക്ക് എടുക്കാം. അതിൽ നമുക്ക് ബുക്ക് മൈ ഷോ അല്ലെങ്കിൽ സൊമാറ്റോ. ട്രാവൽ കാറ്റഗറിയിൽ നോക്കി കഴിഞ്ഞാൽ മേക്ക് മൈ ട്രിപ്പ് ആൻഡ് ഊബർ. ഗ്രോസറി നോക്കിക്കഴിഞ്ഞാൽ ബ്ലിങ്കിറ്റ്, റിലയൻസ് സ്മാർട്ട് ബസാർ. ഇലക്ട്രോണിക് കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ ക്രോമ, അതുപോലെ തന്നെ റിലയൻസ് ഡിജിറ്റലും. ഫാഷൻ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ നൈക്ക അല്ലെങ്കിൽ മിന്ത്ര. ഇപ്പോൾ ഇതിലാണ് 3 വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ 3% ക്യാഷ് ബാക്ക് നമുക്ക് ഇ-കോമേഴ്സ് മെർച്ചന്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട് അതങ്ങനെ പേസ് ആപ്പ് ത്രൂ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒരു നല്ലൊരു പരിപാടി തന്നെയാണ്. അതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് 1% ക്യാഷ് ബാക്ക് ആണ്. പിക്സൽ ഗോനും 1% ക്യാഷ് ബാക്ക് തന്നെ കിട്ടുന്നത്. പിന്നെ പിക്സൽ ക്യാഷ് പോയിന്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എക്സ്ക്ലൂഡ് ആയിട്ട് കാറ്റഗറി കുറച്ചുണ്ട്. അതായത് നോ ക്യാഷ് പോയിന്റ്സ് ഓൺ ഫ്യൂവൽ, റെന്റ്, EMI, അതുപോലെ തന്നെ വാലറ്റ് ലോഡിങ്. ഇതിനൊന്നും നമുക്ക് ക്യാഷ് പോയിന്റ്സ് കിട്ടില്ല. അതുപോലെ തന്നെ ക്യാപ്പിംഗ് വരുന്നുണ്ട്. 2,000 രൂപ ക്യാഷ് പെർ ഡേ നമുക്ക് 2,000 പോയിന്റ്സിന്റെ ക്യാപ്പിംഗ് വരുന്നുണ്ട്. ഇതിന്റെ വാലിഡിറ്റി വരുന്നത് 2 കൊല്ലമാണ് കേട്ടോ, ഡേറ്റ് ഓഫ് അക്യുമുലേഷൻ. അതുപോലെ തന്നെ റിഡംഷൻ ഓപ്ഷൻ നമുക്ക് പേസ് ആപ്പ് ത്രൂ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് മിനിമം ക്യാഷ് പോയിന്റ് റിക്വയർഡ് ഫോർ റിഡംഷൻ എന്ന് പറയുന്നത് 1000 പിക്സൽ ക്യാഷ് പോയിന്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സംഭവം. ഇനി നമുക്ക് അതർ ബെനിഫിറ്റ് ഓൺ HDFC ബാങ്ക് പിക്സൽ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം നോക്കി നോക്കാം. നമുക്ക് ജോയിനിങ് ബെനിഫിറ്റിൻ്റെ HDFC പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് ക്യാൻ ഗെറ്റ് ദർ കാർഡ് ജോയിനിങ് ഫീ വേവ് ഓഫ്. അത് ജോയിനിങ് ഫീസുള്ളവർക്കാണ്. അത് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ലൈഫ് ടൈം ഫീ ആണല്ലോ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്, അതായത് 20,000 രൂപ നിങ്ങൾ 90 ഡേയ്സിനുള്ളിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അത് ആനുവൽ ജോയിനിങ് ഫീസ് ഉണ്ടെങ്കിൽ അത് വേവ് ഓഫ് കിട്ടുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ഇപ്പോൾ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആണ്. 1% ഫ്യൂൽ സർചാർജ് വേവ് ഓഫ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് EMI ഫെസിലിറ്റീസ് വരുന്നുണ്ട്. ബാക്കി എല്ലാ നോർമൽ ക്രെഡിറ്റ് കാർഡുകളുള്ള പോലെ തന്നെ എല്ലാ സംഭവവും വരുന്നുണ്ട്. അപ്പോൾ ആരെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ട്രൈ നോക്കാൻ മറക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് jmd.banksupport.in നോക്കാത്തവർ പോയി നോക്കി നോക്കാം. നിങ്ങൾക്ക് അതുകൂടെ ക്രെഡിറ്റ് കാർഡ്സും പേഴ്സണൽ ലോൺ സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാൻ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 3ാമത്തെ ചാനൽ GST കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ടെലിഗ്രാം ചാനലും കാണാത്തവർ പോയി കണ്ടുനോക്കുക. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് കാണാം. ബൈ.